പ്രിയമുള്ളവരെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു യുവാവ് കടന്നു വന്നിട്ട് വ്യഭിചാരത്തിനുള്ള അനുമതി നബിയോട് ചോദിച്ചു. ചുറ്റുമുണ്ടായിരുന്ന സ്വഹാബത്ത് ആ മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ നബി തങ്ങൾ സ്വഹാബത്തിനെ തടഞ്ഞു. ചെറുപ്പക്കാരനെ തൻ്റെ അരികിലേക്ക് വിളിച്ചിട്ട് അവനോടായി ചോദിച്ചു, ഒരു വ്യഭിചാരിയാകാൻ നിന്റെ ഉമ്മയെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതായത് നിന്റെ ഉമ്മ വ്യഭിചരിക്കുന്നതിന്, നിന്റെ മകൾ വ്യഭിചരിക്കുന്നതിന്, അല്ലെങ്കിൽ നിന്റെ സഹോദരിയോ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമോ ഇത്തരം ഒരു അവസ്ഥയിൽ വന്നു ചേരുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആ മനുഷ്യൻ ഇല്ലെന്ന് മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും. അവരും അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെയും ഇത്തരം വ്യഭിചാരിയായി കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ മനുഷ്യന് നബി തങ്ങൾ പറഞ്ഞതിൻ്റെ ആശയം വ്യക്തമായി. നബി തങ്ങളുടെ അരികിൽ നിന്ന് പശ്ചാത്തപിച്ചു. നബി തങ്ങൾ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്തു. പ്രിയമുള്ളവരെ, ഹദീസിൻ്റെ സാരാംശം വ്യക്തമാണ്. സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാളെ വ്യഭിചാരിയായി, തെറ്റ് ചെയ്യുന്നവരായി കാണാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്തിനാണ് മറ്റൊരു കുടുംബത്തിൻ്റെ ഭാഗമാകുന്ന ഒരാളെ അതിലേക്ക് വലിച്ചഴയ്ക്കുന്നത്? അവിഹിത ബന്ധങ്ങളും പ്രേമസല്ലാപങ്ങളും വിവാഹേതര ലൈംഗിക ബന്ധങ്ങളും അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം നാശമാണെന്ന് സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ സമൂഹത്തിന് കഴിയട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രയത്നിക്കാം.